അപ്പോൾ ഗായ്സ്, ഇതാണ് ഉഷാസ് കിച്ചൺ, നമ്മുടെ മുട്ട പൊറോട്ടയുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ. അപ്പോൾ നമ്മൾ പറോട്ടാനിൽ നിന്ന് തൊട്ടടുത്ത സ്റ്റോപ്പായ കാളത്തോട് വരെ തിരിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് കഴിച്ച സാധനം തന്നെയാണ് നമ്മൾ ഇവിടുന്ന് കഴിക്കാൻ പോകുന്നത്, മുട്ട പൊറോട്ട. ഇതിപ്പോൾ 2 ഹോട്ടലുകൾ തമ്മിലുള്ള റൈവലറി അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ ഡിഷ് നമ്മളിപ്പോൾ എന്താണ്, നമുക്ക് പൊറോട്ട എല്ലാ ഹോട്ടലിലും കിട്ടുന്ന രൂപമാണ്. പക്ഷേ നിങ്ങൾക്ക് അല്ലെങ്കിൽ എനിക്ക് ഫേവറേറ്റ് ആയിട്ട് ഒരു സ്ഥലം എന്തായാലും ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അതുമാതിരി തന്നെ അവിടത്തെ ഉണ്ട് ഇവിടത്തെ ഉണ്ട്. ഞങ്ങൾ കഴിച്ച് നോക്കിയിട്ട് രണ്ടിൻ്റെ ടേസ്റ്റ് പറയാം. നിങ്ങളുടെ ഫേവറേറ്റ് ഏതാണെന്ന്, നിങ്ങളുടെ ഫേവറേറ്റ് ഡെസ്റ്റിനേഷൻ എന്താണെന്ന് നിങ്ങൾ ചൂസ് ചെയ്യാം. ഉഷാസ് കിച്ചൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 20 വർഷത്തിൻ്റെ പാരമ്പര്യം, അപ്രോക്സ് 20 വർഷത്തിൻ്റെ പാരമ്പര്യം ഉള്ളൊരു റെസ്റ്റോറൻ്റാണ്. പിന്നെ അതുപോലെ തന്നെ റിനോവേറ്റ് ചെയ്തിട്ടുള്ള ഒരു പുതിയ ഷോറൂം അപ്പുറത്ത് അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു കൗണ്ടറിൻ്റെ വർക്ക് കൂടി ബാക്കിയുണ്ട്. അപ്പോൾ ആ കൗണ്ടറിൻ്റെ വർക്ക് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സ്ക്ലൂസീവായിട്ട് ഉഷാസ് കിച്ചൺ നിങ്ങളുടെ മുന്നിലെത്തും വിതിൻ 1 മന്ത്. സോ ഇതാണ് ഡൈനിങ് സെക്ഷൻ. നമുക്കിനി നമ്മുടെ ഫുഡിങ് സെഗ്മെൻറ്റിലേക്ക് പോകാം. നമ്മൾ ഉഷാസ് കിച്ചണിലേക്ക് തിരികെയാണ്. ഉഷാസ് കിച്ചൻ്റെ സ്പെഷ്യലായിട്ടുള്ള ബീഫ് എഗ് പൊറോട്ടയാണ് നമുക്ക് വേണ്ടിയിട്ട് അവരിന്ന് സെറ്റ് ചെയ്തിരിക്കുന്നത്. സെർട്ടൻലി ലുക്ക് വൈസ് ഉഷ സ്കോർ ചെയ്തിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഗ്രീൻ ചില്ലി, ക്യാപ്സിക്കം, ക്യാരറ്റ് പീസസ് ഒക്കെ എന്താ പറയുക, ഇതിൻ്റെ കളർഫുൾ ലുക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ഒരു ഡിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡിഷിൻ്റെ ടേസ്റ്റ് മാത്രമല്ല, അതിൻ്റെ സ്മെൽ, അതിൻ്റെ എന്താ പറയുക, കാണാനുള്ള ഒരു ഫീസിബിലിറ്റി, അതൊക്കെ നമ്മുടെ ടേസ്റ്റുകളെയും നമ്മുടെ താല്പര്യങ്ങളെയും ഡിസൈഡ് ചെയ്യുന്ന ഒരു ഫാക്ടേഴ്സ് കൂടിയാണ്. അപ്പോൾ സെർട്ടൻലി ലുക്ക് വൈസ് ഇത് അടിപൊളിയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ടേസ്റ്റും കൂടിയാണ് അറിയാനുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബീഫ് പീസ് കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് നല്ല ബീഫാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നല്ല ബീഫ് കാണുമ്പോഴും കഴിക്കുമ്പോഴും എന്താ പറയുക, നമ്മുടെ മനസ്സിലൊരു സന്തോഷം വരും. ആ സന്തോഷം മാത്രമല്ല എനിക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ചും കൂടി ടേസ്റ്റ് ഡിസ്റ്റിങ്വിഷ് ചെയ്ത് നിൽക്കുന്നുണ്ട് ബീഫിൻ്റെ ആയാലും. ബാക്കിയുള്ള ഫാക്ടേഴ്സിലേക്ക് നമ്മളിപ്പോൾ കടക്കാൻ പോവുകയാണ്. മുന്നേ കഴിച്ച എഗ് പൊറോട്ട മാതിരി പീസസ് അത്രയും ഷ്രെഡഡ് അല്ല, കുറച്ചുകൂടി തിക്നെസ് കൂടുതലുള്ള പീസുകളാണ്. പക്ഷെ അത് ഒരിക്കലും ടേസ്റ്റിനെ ബാധിക്കുന്നില്ല. മുന്നേ കഴിച്ചതിൽ നമ്മൾ ആ എഗ് പൊറോട്ടനെ മൊത്തം ബൈൻഡ് ചെയ്യുന്ന ഒരു ടേസ്റ്റ് ആയിരുന്നു സോസ്. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ സോസിൻ്റെ ടേസ്റ്റ് വേറെ നിൽക്കുകയാണ്. വേറെ നിൽക്കുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഈ കട്ട് ചെയ്തിട്ടുള്ള ക്യാരറ്റ് പീസസ്, ക്യാപ്സിക്കം, അത് തരുന്ന ഒരു യുണീക്ക് ടേസ്റ്റ് ഉണ്ടല്ലോ. ആ യുണീക്ക് ടേസ്റ്റിനോട് സോസ് കുറേ കൂടി ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. സോ വിച്ച് ടേസ്റ്റ് ഈസ് ടു യുവർ ലൈക്കിംഗ്, അത് നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ്. നമുക്കിന്നിവിടെ 2 വെറൈറ്റീസ് ഉഷാസ് കിച്ചൺ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബീഫ് എഗ് പൊറോട്ട ആൻഡ് ചിക്കൻ എഗ് പൊറോട്ട. അപ്പോൾ ഇനി നമ്മൾ ചിക്കൻ എഗ് പൊറോട്ട ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ടേസ്റ്റ് വൈസ് ബീഫ് എഗ് പൊറോട്ടയും ചിക്കൻ എഗ് പൊറോട്ടയും തമ്മിൽ വലിയൊരു വ്യത്യാസം, ഡിഫറൻസ് ഇല്ല. മെയിൻ ഡിഫറൻസ് നിങ്ങൾക്കറിയാമല്ലോ, അതിൽ ബീഫാണ്, ഇതിൽ ചിക്കനാണ്. അപ്പോൾ ആ ഒരു മീറ്റിൻ്റെ ടേസ്റ്റ് വ്യത്യാസം മാത്രമേ ഇതിൽ വരുന്നുള്ളൂ. കുറച്ചും കൂടി കോംബോ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ ബീഫാണ്. കാരണം പൊറോട്ടയും ബീഫ് കോംബോനെ വല്ലാനായിട്ട് പൊറോട്ടയും ചിക്കനും വളർന്നിട്ടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ ഡിഷിലായിട്ട് വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ പൊറോട്ട ഹോളായിട്ടാണല്ലോ കഴിക്കുന്നത്. ഇത് എന്താ പറയുക, ഒരു പിസയുടെ ടോപ്പിംഗ് പോലെ മനോഹരമാണ്, കാണാനായാലും തിന്നാനായാലും. അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട് നിൽക്കുകയാണ്. ഏതാണ് മുകളിൽ എന്നുള്ളത് നിങ്ങളൊരു എന്താ പറയുക, ചിക്കൻ ഹേറ്ററാണോ ബീഫ് ഹേറ്ററാണോ എന്നുള്ളത് അതിനെ ആശ്രയിച്ചിരിക്കും. സോസിൽ മിക്സായി വരുമ്പോണ്ടല്ലോ, ആ സമയത്ത്
ചിക്കൻ അതിൻ്റെ ഗുണം കാണിക്കുന്നുണ്ട്. കാരണം സോസ് കുറച്ചും കൂടി കൂടുതൽ യോജിക്കുന്നത് ചിക്കനോടാണ്, അല്ലെങ്കിൽ ചിക്കൻ എഗ് പൊറോട്ടയോടാണ്. ദാറ്റ്സ് മൈ ഫൈൻ. നമ്മൾ ഫുഡൊക്കെ അടിച്ച് 2 സ്ഥലത്തുനിന്നും ഭക്ഷണം കഴിച്ച് വയറൊക്കെ നിറഞ്ഞ് സെറ്റായിട്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ ഇപ്പോൾ തന്നെ ഇതൊരു കമ്പാരിസൺ വീഡിയോ ആണ്. അപ്പോൾ കമ്പാരിസൺ വീഡിയോയിൽ ശരിക്കും പറയാൻ ഒരാൾ ജയിക്കണം അല്ലേ? ഞാൻ 2 സ്ഥലത്തെയും ടേസ്റ്റുകൾ ഡിസ്റ്റിങ്വിഷ് ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞുതരാം. പിന്നെ വിന്നർ ആരാന്നുള്ളത് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ഞങ്ങളെ അറിയിക്കുക. ഓക്കെ, അപ്പോൾ ഞങ്ങൾ പറയാം ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആരായിരുന്നു. ഓക്കെ, അപ്പോൾ എന്താണെന്ന് വെച്ചാൽ സെർട്ടൻലി ഒരു വ്യൂവിങ് പെർസ്പെക്റ്റീവ് നിന്ന്, കാണാനുള്ളൊരു പെർസ്പെക്റ്റീവ് നിന്ന് തീർച്ചയായും ഉഷാസാണ് സ്കോർ ചെയ്തത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉഷാസ് കിച്ചണിലത്തെ എന്താ പറയുക ചില്ലീസ്, പിന്നെ അത് ക്യാരറ്റ് പീസസ്, പിന്നെ അതുപോലെ ക്യാപ്സിക്കം, അതൊക്കെ കാണുമ്പോൾ നമ്മുടെ കണ്ണിനൊരു ഇമ്പം കൂടുതൽ തന്ന ഉഷാസാണ്. പിന്നെ ടേസ്റ്റ് വൈസ് പറയുകയാണെങ്കിൽ ഒരു ജ്യൂസി ഫ്ലൂയിഡ് ടേസ്റ്റ് ആയിരുന്നു ഗോൾഡ് ഫേസിലത്തെ എഗ് പൊറോട്ടയ്ക്ക്. പക്ഷേ ഉഷാസ് കിച്ചണിലത്തെ എഗ് പൊറോട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം വളരെ ഡിസ്റ്റിങ്ഷൻ നിൽക്കുന്നുണ്ടെങ്കിൽ തന്നെയും സോസ് ഒഴിക്കുമ്പോൾ കുറച്ചുകൂടി ബൈൻഡിങ് ടേസ്റ്റ് വരുന്നതും കുറച്ചും കൂടി എന്താ പറയുക നമുക്ക് എന്താ പറയുക എല്ലാത്തിൻ്റെയും ആ ഒരു ഇഫക്റ്റ്, ഒരു പഞ്ച്, യെസ് അതാണ് വേർഡ്, പഞ്ച് തന്നത് ഉഷാസ് കിച്ചണാണ്. അറ്റ് ദ സെയിം ടൈം ഗോൾഡ് ഫേസ് ഒട്ടും മോശമായിരുന്നില്ല. ഗിവ് ഓർ ടേക്ക് 1% or 2% അങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു എന്താ പറയുക ആ ടേസ്റ്റിലുള്ള ഒരു വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്തത്. പിന്നെ എന്താ പറയുക വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടും 2 ഡിസ്റ്റിങ്വിഷ്ഡ് ടേസ്റ്റുകളാണ്. ചിലപ്പോൾ ഞാൻ ഈ പറയുന്ന ജ്യൂസി ടേസ്റ്റ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കും നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് അവിടെ ആയിരിക്കും ഇഷ്ടപ്പെടുക. പക്ഷേ നിങ്ങൾ 2 സ്ഥലത്തും കഴിച്ചു നോക്കണം. എനിക്ക് എൻ്റെ വ്യക്തിപരമായ ടേസ്റ്റ് നിങ്ങൾ കമൻറ്റ് ഇടുകയാണെങ്കിൽ അതിന് റിപ്ലൈ ആയിട്ട് ഞാൻ പറയുന്നതാണ്. അപ്പോൾ ഈ കമ്പാരിസൺ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾ 2 സ്ഥലത്തും വന്നിട്ട് എന്തായാലും കഴിച്ചു നോക്കണം. ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ അവർ ക്യാമറമാൻ ഇത്ര അടിപൊളിയായിട്ട് ഇത് ഷൂട്ട് ചെയ്തതിന്. ലിജോ ജോസ് പല്ലിശ്ശേരി ആവാനുള്ള ശ്രമമാണ്. നിങ്ങളെല്ലാവരും അവനെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക്സ്, ബൈ.